ഇസാക്ക്, ഖത്തറും സൗദിയും മധ്യസ്ഥ രാജ്യങ്ങളാകുമ്പോൾ ലോകത്തിന്റെ വ്യവസ്ഥിതി മാറുന്നു. ഖത്തറും സൗദിയും ലോകത്തിന്റെ വ്യവസ്ഥിതി മാറ്റുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യവുമാണ്. പ്രത്യേകിച്ചും ഇപ്പോഴ് രണ്ട് പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിന്റെ മധ്യസ്ഥ രാജ്യങ്ങളായി നിലകൊള്ളുന്നത് ഒന്ന് ഖത്തറും മറ്റൊന്ന് സൗദി അറേബ്യയുമാണ്. ഖത്തറിൽ നടക്കുന്നുള്ളത് ഹമാസും അതുപോലെ തന്നെ അമേരിക്കയുമായിട്ടുള്ള ചർച്ചകളാണ്. ഇതിന് മധ്യസ്ഥത വഹിക്കുന്നുള്ളത് ഖത്തർ എന്നുള്ള രാജ്യമാണ്. മറ്റൊന്ന് സൗദി അറേബ്യയുടെ റിയാദിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അത് യുക്രൈനും അമേരിക്കയും തമ്മിലാണ്. ഈ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നത് സൗദി അറേബ്യ എന്നുള്ള രാജ്യമാണ്. അങ്ങനെ അറേബ്യൻ ഭൂഖണ്ഡത്തിലെ രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, രണ്ട് പ്രധാനപ്പെട്ട ശക്തികൾ അമേരിക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. മറ്റൊന്ന്, ഈ ഒരു സാഹചര്യം എങ്ങനെ രൂപപ്പെടാൻ ഇടയായി എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ അറേബ്യൻ രാജ്യങ്ങളിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ചും മുസ്ലിം രാജ്യങ്ങളിൽ. ഈ അറേബ്യൻ രാജ്യങ്ങളിൽ ആദ്യമായിട്ട് ഖത്തർ ഒരു ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വാങ്ങുന്നു. അങ്ങനെ അത് നടത്തുന്നു. വലിയ രീതിയിലുള്ള പ്രശംസ ആ ഒരു വേൾഡ് കപ്പ് ആതിഥേയത്വത്തിന്റെ പേരിൽ ഖത്തറിന് ലഭിക്കുന്നു. നല്ല രീതിയിൽ അത് നടത്തി വിജയിപ്പിച്ച് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഒരു അറേബ്യൻ രാജ്യമായ വലിയ വിമർശനങ്ങളിൽ മുസ്ലിം രാജ്യം എന്നുള്ള നിലക്ക് വലിയ രീതിയിലുള്ള ലോകത്തിന്റെ നോട്ടം അന്ന് ആ സമയത്ത് ഖത്തറിലേക്കുണ്ടായിരുന്നു. ഇവർ ഈ ഒരു വേൾഡ് കപ്പ് ഒരു മുസ്ലിം രാജ്യമായ ഖത്തർ എങ്ങനെ നേടിയെടുത്ത് വിജയിപ്പിക്കും എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. അത് എത്തരത്തിൽ വിജയമാകും എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. ഇത് ഏത് രീതിയിലാണ് വലിയ ആഘോഷങ്ങളില്ലാതെ, അതായത് സാധാരണഗതിയിൽ ഒരു വേൾഡ് കപ്പ് ഒക്കെ നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള മദ്യവും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ചൂതാട്ടവും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ലോകത്ത് എവിടെ നടത്തിയാലും ഈ ഒരു കാര്യങ്ങൾ നമുക്ക് എല്ലാ സമയത്തും കാണാമായിരുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഖത്തർ ഇതൊന്നും നടത്തില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ആദ്യം വലിയ രീതിയിലുള്ള ലിബറൽ വിമർശനങ്ങൾക്ക് വിധേയമായെങ്കിലും അവസാനം വേൾഡ് കപ്പ് കഴിയുമ്പോഴേക്കും ഖത്തർ ഒരു പുതിയ മാതൃക ലോകത്തിന് സമ്മാനിച്ചിരുന്നു. ഒരു കായിക മാമാങ്കം വളരെ നല്ല രീതിയിൽ ഏത് രീതിയിൽ നടത്താമെന്നും അത് എങ്ങനെ പൂർണ്ണമായിട്ടും നടപ്പിലാക്കാമെന്നും ഖത്തർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇതാണ് ഒന്നാമത്തെ സാഹചര്യം എന്നുള്ളത്. മറ്റൊന്ന്, 2034 വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ അത് സൗദി അറേബ്യ ആതിഥേയത്വം വഹിക്കാനാണ് പോകുന്നത്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം മിഷൻ 2034 എന്നുള്ള വലിയ പ്രൊജക്റ്റ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വലിയ നിക്ഷേപങ്ങൾ, അതുപോലെ തന്നെ വലിയ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ അവരുടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. വലിയ പരിഷ്കാരങ്ങൾ ഭരണതലത്തിൽ തന്നെ നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ സൗദി അറേബ്യയിൽ നടന്നു വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ വേൾഡ് കപ്പിന്റെ ആതിഥേയത്വവും സൗദിക്ക് അറേബ്യക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ചും ലോകത്തിലുള്ള ഇന്ന് പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ശക്തിയായി സൗദി അറേബ്യയും ഖത്തറും നിലകൊള്ളുന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും സൗദി അറേബ്യ എന്നുള്ളത് വലിയ രാജ്യമാണ്. ഒരുപാട് രാജ്യത്തെ ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ സാധ്യതകൾ സൗദി അറേബ്യക്ക് മുമ്പിലുണ്ട്. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ബ്രിട്ടനും അമേരിക്കയുമായിട്ട് സഖ്യകക്ഷികളായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾക്കും കൃത്യമായിട്ട് ഈ ഒരു രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിൽ കൃത്യമായ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഗസയ്ക്കെതിരായ വലിയ അധിനിവേശം ഇസ്രായേൽ നടത്തുന്നു, വലിയ ആക്രമണങ്ങൾ നടത്തുന്നു. അതിനുശേഷം ഈ ഒരു മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുമ്പോട്ട് വരുന്നത് ഖത്തറാണ്. ഇവിടെ യുക്രൈനുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ, അമേരിക്കയും യുക്രൈനും തമ്മിലുള്ള വിഷയങ്ങളിൽ, പ്രത്യേകിച്ചും റഷ്യയുമായിട്ട് ഒരു സമാധാന കരാർ ഉണ്ടാക്കണമെന്ന് യുക്രൈനോട് അമേരിക്ക പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ യുക്രൈൻ അതിന് സന്നദ്ധ പ്രകടിപ്പിക്കുകയും റഷ്യയും സമാനമായി വ്ളാഡിമിർ പുടിനും ഈ ഒരു സമാധാനം ഉണ്ടാക്കാനുള്ള, യുക്രൈനുമായിട്ട് സഹകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആവശ്യങ്ങളോട് സഹകരിക്കാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്തതിനു ശേഷം യുക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നുള്ളത്. ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹത്തിൻ്റെതായ ബിസിനസ് താല്പര്യങ്ങളുണ്ട്, പ്രത്യേകിച്ചും എലൻ മസ്ക് കൂടെയുള്ളപ്പോൾ. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു ചർച്ച നടത്തുന്നത്. അപ്പോൾ ഈ രണ്ട് ചർച്ചകളും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒന്ന്, തൂഫാൻ ലക്സക്ക് ശേഷം ലോകത്തുണ്ടായ വലിയ മാറ്റം, അമേരിക്കൻ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യപ്പെടുന്ന പുറത്തുനിന്നുള്ള ശക്തികൾ ഉണ്ടാകുന്നു. അമേരിക്കൻ വ്യവസ്ഥിതി, അമേരിക്ക നേതൃത്വം നൽകുന്ന അമേരിക്കൻ വ്യവസ്ഥിതിക്ക് നേരെയുണ്ടായ ചോദ്യങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ തൂഫാനുൽ അക്സ എന്നുള്ളത്. അതിനുശേഷം ഉണ്ടായ വലിയ ഈ ചെറുത്തുനിൽപ്പ് കക്ഷികളുടെ, ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളുടെ ചെറുത്തുനിൽപ്പുകൾ എന്നുള്ളത്, പ്രത്യേകിച്ചും ചെങ്കടലിലടക്കം ഹൂത്തികളടക്കം നടത്തുന്ന ഇത്തരം ചെറുത്തുനിൽപ്പുകൾ എന്നുള്ളത്,
ഇങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു മധ്യസ്ഥ രാജ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. കാരണം അമേരിക്കയും അല്ലെങ്കിൽ യുക്രൈനും റഷ്യയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഒരു പ്രശ്നത്തെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായിട്ട് ധാരണയുള്ളവരും മനസ്സിലാക്കാൻ പറ്റുന്നവരും ആ ചർച്ചകൾക്ക് കൃത്യമായിട്ട് മധ്യസ്ഥത വഹിക്കാൻ പറ്റുന്ന രാജ്യങ്ങളുമാണ് ഖത്തറും അതുപോലെ തന്നെ സൗദി അറേബ്യയും എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ യുക്രൈനും ബാക്കിയുള്ള ഹമാസ് അടക്കമുള്ള കക്ഷികളും മനസ്സിലാക്കുന്നു. ഈ രണ്ട് രാജ്യങ്ങൾ എന്നുള്ളത് അറേബ്യൻ ഉപഭൂഖണ്ഡത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. നേരത്തെ ഒരു സമയത്ത് ഖത്തറിനെതിരെയുള്ള ഒരു ഉപരോധങ്ങൾ ഈ അറേബ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിൽ സൗദി അറേബ്യയും UAE-യും ബഹ്റൈനും ഒക്കെ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ ഖത്തറിനെതിരെ ഉപരോധമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതൊക്കെ അനുരഞ്ജനത്തിലും ചർച്ചയിലൂടെയും പരിഹാരമുണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഈ ഇറാനുമായിട്ടുള്ള ബന്ധങ്ങളുടെ പേരിലാണ് ഖത്തറിന് ഇത്തരം ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ ഒരുപാട് മാറിയിരിക്കുകയാണ്. ലോകത്തിന്റെ സാഹചര്യം തന്നെ മാറിയിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു അമേരിക്കയുടെ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ അമേരിക്കയ്ക്ക് മുമ്പിൽ ഉള്ള ഓപ്ഷനുകൾ എന്നുള്ളത്, കാരണം ഇവിടെ രണ്ട് കക്ഷികൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഹമാസ് ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്, ഫലസ്തീൻ എന്നുള്ള ഒരു പ്രശ്നം ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്, ഫലസ്തീൻ പ്രശ്നം ഒരു ഭാഗത്ത് ചർച്ചയാവുന്നുണ്ട്. മറുഭാഗത്ത് ലോകത്തിലെ മറ്റൊരു യുദ്ധ സംഘർഷം നടക്കുന്ന രാജ്യങ്ങളായ യുക്രൈനും റഷ്യയുമാണ് ഉൾപ്പെടുന്നത്. അങ്ങനെ ബഹുമുഖങ്ങളായ പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഇതിന് കൃത്യമായിട്ട് നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ ഈ രാജ്യങ്ങൾക്ക് പറ്റുമെന്ന് ഈ സന്ധി സംഭാഷണം നടത്തുന്ന രാജ്യങ്ങളായ അമേരിക്കയ്ക്കും അതുപോലെ തന്നെയുള്ള യുക്രൈനും റഷ്യക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് കൂടിയാണ് ഈ രാജ്യങ്ങളെ മധ്യസ്ഥ രാജ്യങ്ങളാക്കി കൊണ്ടുള്ള ഒരു ചർച്ചകൾക്ക് ഇവർ തയ്യാറാവുന്നത്. ഏതായാലും ലോകത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളായി ഈ ഖത്തറും സൗദി അറേബ്യയും നിലനിൽക്കുമ്പോൾ സൗദി അറേബ്യക്ക് വളരെ വലിയ പദ്ധതികൾ ഭാവിയെ ആസൂത്രണമാക്കി നടക്കാൻ പോകുമ്പോൾ, പ്രത്യേകിച്ചും ഫിഫ വേൾഡ് കപ്പ് അടക്കമുള്ള ലക്ഷ്യങ്ങൾ അവർക്ക് മുമ്പിൽ ഉണ്ടാവുമ്പോൾ വലിയ ബിസിനസ് സംബന്ധമായ ബിസിനസ് പരമായ കാര്യങ്ങൾ ആ രാജ്യത്ത് നടക്കുന്നുണ്ട്. അവരുടെ വലിയ ടാർഗറ്റുകൾ, വലിയ ലക്ഷ്യങ്ങൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുവേണ്ട പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്തുകൊണ്ട് അതിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു മധ്യസ്ഥ രാജ്യങ്ങളുടെ പ്രാധാന്യത്തെ പറ്റി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോക വ്യവസ്ഥിതിയെ നിയന്ത്രിച്ചിരുന്ന അല്ലെങ്കിൽ ലോകത്തെ പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവായിരുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ വീണ്ടും അതിൻ്റെ അധീശത്വത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമങ്ങൾ എന്നുള്ളത്. പ്രത്യേകിച്ചും ഇനി സിറിയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. സിറിയയിൽ ഭരണമാറ്റം ഉണ്ടാകുന്നു. ആ ഭരണമാറ്റത്തെ ഖത്തർ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഖത്തർ രാഷ്ട്രത്തലവൻ തന്നെ സിറിയ സന്ദർശിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരു ഭരണ പ്രക്രിയ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ ഈ ബഹുമുഖങ്ങളായ കാരണങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ചർച്ചകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്ത് പുതിയ ഒരു വ്യവസ്ഥിതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ വ്യവസ്ഥിതിയിൽ അറേബ്യൻ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും കൃത്യമായിട്ട് തന്ത്രപ്രധാനമായ മേൽനോട്ടം ചർച്ചകൾക്കും സംഭാഷണങ്ങൾക്കും അതുപോലെ തന്നെ സന്ധി സംഭാഷണങ്ങൾക്കും കൃത്യമായിട്ടുള്ള മേൽനോട്ടം വഹിക്കുന്നുണ്ട്. വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ് ഇപ്പോൾ റിയാദിലും അതുപോലെ തന്നെ ഖത്തറിലും നടക്കുന്ന ചർച്ചകൾ എന്നുള്ളത്.